ആണവ പോർ മുനകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ശീതയുദ്ധ കാലഘട്ടത്തിൽ നടന്ന പ്രോക്സി യുദ്ധങ്ങളെ പോലെയല്ല, ഇവിടെ വൻ ശക്തികളാണ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത്. ആവശ്യം ഒന്ന് മാത്രം: ലോകം കീഴടക്കുക. നെഞ്ചിടിപ്പ് കൂടുകയാണ്. മനുഷ്യരാശി മറ്റൊരു മഹായുദ്ധത്തിന് സാക്ഷിയാകാൻ പോകുന്നു. രണ്ട് ആണവ ശക്തികൾ പരസ്പരം പോരുവിളിച്ച് കളത്തിലിറങ്ങുമ്പോൾ നെഞ്ചിടിപ്പോടെ നിൽക്കുകയാണ് ലോകം മുഴുവനും. അമേരിക്കൻ അപ്രമാദിത്വം ഊട്ടിയുറപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സോവിയറ്റ് പ്രതാപം വീണ്ടെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനും ആയുധമെടുക്കുമ്പോൾ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് മിഴികൾ തുറക്കുക. ഇവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റായി ഇപ്പോൾ തന്നെ എഴുതുക. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2025 ഓഗസ്റ്റ് 2 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വേദേവിന്റെ അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് മറുപടിയായി 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശങ്ങളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ നടപടി റഷ്യ അമേരിക്ക ബന്ധത്തിലെ ഉയർന്നുവരുന്ന സംഘർഷത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് റഷ്യയ്ക്ക് നൽകിയ അന്ത്യശാസനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് വിലയിരുത്തേണ്ടത്. മെദ്വദേവിന്റെ ട്വീറ്റുകൾ ട്രംപിന്റെ ഉക്രൈനിൽ 10 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന ആവശ്യത്തെ യുദ്ധത്തിലേക്കുള്ള ഒരു ഭീഷണി എന്ന് വിശേഷിപ്പിച്ചതാണ് ഈ പ്രതികരണത്തിന് കാരണമായത്. മെദ്വദേവ് റഷ്യയുടെ ഡെഡ് ഹാൻഡ് എന്ന ആണവ പ്രത്യാക്രമണ സംവിധാനത്തെ പരാമർശിച്ചതും സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഈ സംവിധാനം സോവിയറ്റ് യൂണിയന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത ഒരു ഓട്ടോമാറ്റിക് ആണവ ആക്രമണ സംവിധാനമാണ്. റഷ്യൻ നേതൃത്വം നശിപ്പിക്കപ്പെട്ടാലും പ്രത്യാക്രമണം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനം, ആണവ അന്തർവാഹിനികളുടെ വിന്യാസം, മെദ്വേദിന്റെ മണ്ടൻ പ്രസ്താവനകൾ യഥാർത്ഥ ഭീഷണിയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ അന്തർവാഹിനികൾ ആണവശക്തിയിൽ പ്രവർത്തിക്കുന്നവയാണോ അതോ ആണവായുധങ്ങൾ വഹിക്കുന്നവയാണോ എന്ന് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ നാവികസേനയുടെ ഒഹായോ ക്ലാസ് അന്തർവാഹിനികൾ 20 ട്രെൻഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. ഇവയ്ക്ക് 7400 കിലോമീറ്റർ ദൂരത്തേക്ക് ആണവ വാർഹെഡുകൾ എത്തിക്കാൻ സാധിക്കും. ഇത്തരം അന്തർവാഹിനികൾക്ക് റഷ്യയിലേക്ക് ആക്രമണം നടത്താൻ അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ അല്ലെങ്കിൽ ആർട്ടിക് മഹാസമുദ്രങ്ങളിൽ നിന്ന് വിന്യസിക്കേണ്ട ആവശ്യമില്ല. കാരണം അവയുടെ ദീർഘദൂരശേഷി ഇതിനോടകം തന്നെ റഷ്യയെ ലക്ഷ്യമിടാൻ പര്യാപ്തമാണ്. റഷ്യ ട്രംപിന്റെ ഈ നീക്കത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. റഷ്യൻ ഡുമ അംഗം വിക്ടർ വെലോറ്റാസ്കി റഷ്യയുടെ ആണവ അന്തർവാഹിനികളുടെ എണ്ണം അമേരിക്കയുടേതിനേക്കാൾ വളരെ കൂടുതലാണെന്നും ട്രംപ് വിന്യസിച്ച അന്തർവാഹിനികൾ റഷ്യയുടെ നിരീക്ഷണത്തിന് കീഴിലാണെന്നും പറയുന്നുണ്ട്. റഷ്യയുടെ ബോറി ക്ലാസ്, ഡെൽറ്റ 4 ക്ലാസ് അന്തർവാഹിനികൾ ബുലാവ, സിനവേ മിസൈലുകൾ വഹിക്കുന്നവയാണ്. ഇവയ്ക്കും ദീർഘദൂര ആണവ ആക്രമണ ശേഷിയുമുണ്ട്. റഷ്യൻ നാവികസേനയ്ക്ക് ഏകദേശം 64 അന്തർവാഹിനികളാണ് ഉള്ളത്. അതിൽ 14 എണ്ണം ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളാണ്. ഇത് തന്ത്രപ്രധാനമായ ആണവ നിരോധന ശേഷിയുടെ കാതലാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ സംഭവം റഷ്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പുതിയ തലത്തിലുള്ള ആണവ പോരിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ പുതിയ നീക്കം ഒരു തന്ത്രപരമായ സന്ദേശം അയക്കാനുള്ള ശ്രമമായിട്ടാണ് വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി മാത്രമാണ് അമേരിക്ക ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തലുകളൊക്കെ വന്നത്. എന്നാൽ ആണവ അന്തർവാഹിനികളുടെ വിന്യാസം പ്രഖ്യാപിക്കുന്നത് അവയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ അസാധാരണവും അപകടകരവുമാണ്. അമേരിക്കൻ അന്തർവാഹിനികൾ സാധാരണയായി രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവയുടെ സ്ഥാനം വെളിപ്പെടുത്തുന്നത് തന്ത്രപരമായ നേട്ടത്തെ ദുർബലപ്പെടുത്തും. റഷ്യയുടെ പ്രതികരണം ട്രംപിന്റെ പ്രഖ്യാപനത്തെ നാടകീയമായ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മോസ്കോയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ചില റഷ്യൻ മാധ്യമങ്ങൾ ട്രംപിന്റെ നീക്കത്തെ കോപാകുലമായ പ്രതികരണം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഇത് അർത്ഥശൂന്യമായ വാഗ്വാദം എന്ന് നിരസിച്ചു. റഷ്യൻ വിദഗ്ധർ ട്രംപിന്റെ പ്രസ്താവന ഒരു തന്ത്രപരമായ നാടകമാണെന്നും യഥാർത്ഥ സൈനിക നീക്കത്തെക്കാൾ റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണെന്നുമാണ് വാദിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് പറയാതെ വയ്യ. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകളിൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തന്റെ പ്രചാരണ വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് 1 കീവിൽ 31 പേർ കൊല്ലപ്പെട്ട ആക്രമണമൊക്കെ ട്രംപിന്റെ നിരാശയാണ് വർദ്ധിപ്പിച്ചത്. ട്രംപിന്റെ ഭരണകൂടം റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധവും നികുതി വർധനവും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇത് റഷ്യ അമേരിക്ക ബന്ധത്തെ കൂടുതൽ വഷളാക്കുന്ന ഘടകമാണ്. ആണവ പോരിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ റൈബാച്ചി അന്തർവാഹിനി താവളത്തിന് 2025
ജൂലൈ 30 ഒരു 8.8 തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമി ബാധിച്ചതും ശ്രദ്ധേയമാണ്. ഈ താവളം റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിന്റെ പ്രധാന ആണവ അന്തർവാഹിനി കേന്ദ്രമാണ്. എന്നാൽ യാസൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിന് തെളിവുകളൊന്നും വന്നിട്ടില്ല. ഈ സംഭവം റഷ്യയുടെ ആണവശേഷിയെ ദുർബലപ്പെടുത്തിയേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ പ്രതികരണം അവരുടെ ആത്മവിശ്വാസം മാത്രമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ സംഘർഷം ആണവശക്തികൾ തമ്മിലുള്ള ഒരു പുതിയ തലത്തിലുള്ള നേർക്കുനേർ പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ അപ്രവചനീയമായ ശൈലിയും മെദ്ദേവിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും ഈ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ ആധുനിക സോഷ്യൽ മീഡിയ നയിക്കപ്പെടുന്ന പതിപ്പായി ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ നിസ്സാരവൽക്കരണവും അമേരിക്കൻ അന്തർവാഹിനികൾ ഇതിനോടകം റഷ്യയുടെ നിരീക്ഷണത്തിന് കീഴിലാണെന്ന വാദവും ഈ നീക്കം ഒരു തന്ത്രപരമായ പ്രദർശനമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അന്തിമമായി ഈ സംഭവം ആണവ നിരോധനത്തിന്റെ അപകടകരമായ ചലനാത്മകതയെ എടുത്തു കാണിക്കുന്നുണ്ട്. അമേരിക്കയും റഷ്യയും ലോകത്തിലെ 87% ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഏതൊരു തെറ്റായ നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ സന്ദേശമായിരിക്കാം, പക്ഷേ അത് ആണവ യുദ്ധത്തിന്റെ നിഴലിൽ ഒരു അപകടകരമായ വിനോദമാണെന്ന് പറയാതെ വയ്യ. റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം നിലവിൽ ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക, സാംസ്കാരിക വൈരാഗ്യം ആഗോള രാഷ്ട്രീയത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. 2025 സാഹചര്യത്തിൽ ഈ വൈരാഗ്യം പ്രധാനമായും ഉക്രൈൻ യുദ്ധം, സാമ്പത്തിക ഉപരോധങ്ങൾ, സൈനിക സഖ്യങ്ങൾ, ഡിജിറ്റൽ വാർ എന്നിവയിലൂടെ പ്രകടമാകുന്നുണ്ട്. റഷ്യയുടെ ഉക്രൈനിലെ സൈനിക നടപടികൾ 2014 ക്രിമിയയുടെ കീഴടങ്ങലോടെ തുടങ്ങുന്നുണ്ട്. 2022 പൂർണ്ണ തോതിലുള്ള ആക്രമണത്തോടെ അത് രൂക്ഷമായി. ഈ യുദ്ധം റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള പിരിമുറുക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. അമേരിക്ക നാറ്റോയിലൂടെയും സ്വതന്ത്രമായും ഉക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകിപ്പോന്നു. ഇത് റഷ്യയെ എതിർക്കുന്ന ഒരു കാര്യമാണല്ലോ. 2022 മുതൽ US ഉക്രൈന് $118 ബില്യൺ സഹായം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു അമേരിക്കൻ പട്ടാളക്കാരനും ഈ യുദ്ധത്തിൽ മരിച്ചിട്ടില്ല. ഇത് അമേരിക്കയുടെ പ്രോക്സി യുദ്ധതന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. റഷ്യ ഉക്രൈനിലെ യുദ്ധത്തെ നാറ്റോക്കെതിരായ ഒരു പോരാട്ടമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ ലോകക്രമത്തെ വെല്ലുവിളിക്കാനും റഷ്യയുടെ ആഗോള പദവി ഉയർത്താനും ശ്രമിക്കുന്ന മനുഷ്യനാണ്. ചൈന, ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ സഖ്യം അമേരിക്കയുടെ ആധിപത്യത്തിനെതിരെ ഒരു പോസ്റ്റ് വെസ്റ്റേൺ ലോകക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഡ്രോണുകളും ആയുധങ്ങളും നൽകുന്നുണ്ട്. ഇത് യുദ്ധത്തിൽ റഷ്യയുടെ ശേഷിയാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ റഷ്യയുടെ സൈനിക പ്രകടനം ഉക്രൈനിൽ ദുർബലമാണ് എന്ന് പറയണം. 2025 മധ്യത്തോടെ ഏകദേശം 10 ലക്ഷം റഷ്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്ക റഷ്യ ബന്ധം 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഏറ്റവും മോശം നിലയിലാണ് ഇപ്പോഴുള്ളത്. റഷ്യയുടെ ക്രിമിയ കീഴടക്കലും ഉക്രൈൻ ആക്രമണവും അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും നാറ്റോ വിപുലീകരണത്തിനും കാരണമായിട്ടുണ്ട്. 2025 ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകാലത്ത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുവെങ്കിലും റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ ഈ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തി. ട്രംപ് റഷ്യക്കെതിരെ കർശനമായ ഉപരോധങ്ങളും താരിഫുകളും ഏർപ്പെടുത്തുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വ്യാപാരത്തെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഇതൊക്കെ നടപ്പിലാക്കിയത്. എന്നിട്ടും റഷ്യൻ അമേരിക്കൻ ബന്ധം സാമാന്യവൽക്കരിക്കാനുള്ള ചില ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ആയുധ നിയന്ത്രണ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ വിജയം വളരെ പരിമിതമാണെന്ന് പറയേണ്ടതുണ്ട്. റഷ്യയുടെ ആഗോളതന്ത്രം പാശ്ചാത്യ വോക്ക് സംസ്കാരത്തിനെതിരെയുള്ള പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആഗോള തെക്കൻ രാജ്യങ്ങളിലും പോപ്പുലിസ്റ്റ് ഗ്രൂപ്പുകളിലും പിന്തുണ നേടാൻ ശ്രമിക്കുകയാണ് റഷ്യ. അതേസമയം അമേരിക്ക ആകട്ടെ ജനാധിപത്യ മൂല്യങ്ങളും നാറ്റോയുടെ ശക്തിയും ഉപയോഗിച്ച് റഷ്യയെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ വിഭജനവും ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവും ഈ വൈരാഗ്യത്തിന്റെ ഫലപ്രാപ്തിയെ വീണ്ടും സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. റഷ്യയുടെ സാമ്പത്തിക ബലഹീനത, പ്രത്യേകിച്ച് എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു തന്ത്രപരമായ അവസരമാണ് തുറന്നു കൊടുക്കുന്നത്. എന്നാൽ റഷ്യയുടെ ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുമായിട്ടുള്ള ബന്ധം ഈ ബലഹീനതയെ ഭാഗികമായിട്ട് നികത്തുന്നു. ഉക്രൈനിൽ റഷ്യയുടെ മുന്നേറ്റം മന്ദഗതിയിലാണെങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കും ആഗോള ശക്തി സന്തുലനത്തിൽ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഇവർ തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന്? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.